സെമിനാരിയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് ഒരു ബസ് യാത്രയിലാണ്. അപ്പോൾ സുവിശേഷം പറയുന്ന ഒരു പെന്തക്കോസ്തക്കാരൻ എന്നോട് സംസാരിച്ചു. ഞാൻ സെമിനാരിക്കാരനാണെന്ന് വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം എന്നോട് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, രക്ഷപ്പെടാൻ ക്രിസ്ത്യാനി ആവണം നിർബന്ധമുണ്ടോ? അയാൾ പറഞ്ഞു നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗാന്ധിച്ച് സ്വർഗത്തിൽ പോകും. അടുത്ത സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങിപ്പോയി. എൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇന്നത്തെ ഗോസ്പലിൽ ഈശോ നൽകുന്നുണ്ട്. നിനവെ ഒരു വിജാതിയുടെ രാജ്യമാണ്. അങ്ങോട്ടാണ് യഹൂദനായ യോന വരുന്നത്. മാനസാന്തരത്തിൻ്റെ മുന്നറിയിപ്പുമായിട്ട് യോന ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ മാനസാന്തരപ്പെട്ടു. അവർ സർക്കംസിഷൻ നടത്തി യഹൂദരായെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ അവരുടെ തിന്മയുടെ വഴി വിട്ടു. ഈശോ എന്ന് പറയുന്നു, വിധി ദിനം നിനവേക്കാർ എഴുന്നേറ്റ് വരും. ഷേബയിലെ രാജ്ഞി സോളമൻ്റെ വിജ്ഞാനം തേടി ഒരു യഹൂദ നാട്ടിൽ വരുന്നുണ്ട്. നിറയെ സമ്മാനങ്ങളായിട്ടാണ് വരുന്നത്. ഒരു അറബ് വേൾഡാണ് യഹൂദ നാട്ടിലേക്ക് വരുന്നത്. ഷേബ ഒരു യഹൂദ സ്ത്രീയായെന്ന് പറയുന്നില്ല, അവർ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഇന്ന് ഗോസ്പലിൽ ഈശോ പറയുന്നു, വിധി ദിനം ദക്ഷിണദേശത്തെ രാജ്ഞി ഉയർപ്പിക്കപ്പെടും. സ്വർഗത്തിൽ പോകാൻ ക്രിസ്ത്യാനികളാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.